നമസ്കാരം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് വിടാൻ തീരുമാനമെടുത്ത തന്നെ CPM പാർട്ടി അംഗമാകാൻ ക്ഷണിച്ചിരുന്നതായി പത്മജ വേണുഗോപാൽ. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് LDFിലെ ഉന്നതനിൽ നിന്ന് പാർട്ടി മാറാൻ ക്ഷണമുണ്ടായിരുന്നു. അത് കോടിയേരിയല്ല, ഉന്നത നേതാക്കളാണ്. പേര് വെളിപ്പെടുത്തില്ലെന്നും പത്മജ പറഞ്ഞു. BJP അംഗത്വം സ്വീകരിച്ച ശേഷം ആദ്യമായി തൃശൂരിലെത്തിയ പത്മജ പൂങ്കുന്നം മുരളി മന്ദിരത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഹോദരൻ K മുരളീധരൻ വടകരയിൽ സുഖമായി ജയിക്കുമായിരുന്നെന്നും എന്തിനാണ് തൃശൂരിൽ കൊണ്ട് നിർത്തിയതെന്ന് മനസ്സിലാകുന്നില്ലെന്നും പത്മജ പറഞ്ഞു. മുരളീധരന്റെ കാലുവാരാൻ തൃശൂരിൽ ഒരുപാട് പേരുണ്ടെന്നും BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് തോന്നുന്നതെന്നും പത്മജ വ്യക്തമാക്കി. തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ച രണ്ടുപേർ കഴിഞ്ഞ ദിവസം മുരളിയേട്ടന്റെ കൂടെ പ്രചാരണ ജീപ്പിന്റെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നത് കണ്ടെന്ന് പത്മജ പറഞ്ഞു. MP വിൻസെന്റും TN പ്രതാപനുമാണോ അതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കൂ എന്നായിരുന്നു പത്മജയുടെ മറുപടി. രണ്ടാം തവണ തൃശൂരിൽ തോൽപ്പിച്ചപ്പോൾ മുതൽ പാർട്ടി വിട്ടുപോകാൻ തീരുമാനിച്ചിരുന്നു. തോൽപ്പിക്കാൻ പ്രവർത്തിച്ച മറ്റാളുകളുമുണ്ട്. പേരുകൾ ഘട്ടം ഘട്ടമായി വെളിപ്പെടുത്തും. തന്റെ കൂടെ ഊണ് കഴിച്ചവർ തന്നെയാണ് തന്നെ പിന്നിൽ നിന്ന് കുത്തിയത്. ചന്ദനക്കുറി തൊട്ടപ്പോൾ താൻ വർഗീയവാദിയാണെന്ന് അവർ പറഞ്ഞു. അച്ഛൻ അങ്ങനെ ചെയ്തിരുന്നില്ലല്ലോ എന്നായിരുന്നു ചോദ്യം. അതുകൊണ്ട് തന്നെ താൻ ചന്ദനക്കുറി തൊടുന്നത് നിർത്തി. അച്ഛൻ കുറച്ചുകാലം കൂടി ഉണ്ടായിരുന്നെങ്കിൽ പാർട്ടി വിട്ടു പോകുമായിരുന്നുവെന്നും പത്മജ പറഞ്ഞു. രാവിലെ പൂങ്കുന്നത്തെ മുരളി മന്ദിരത്തിലെത്തിയ പത്മജയ്ക്ക് BJP പ്രവർത്തകർ ഇന്നലെ സ്വീകരണം നൽകി. K കരുണാകരന്റെ സ്മൃതി കുടീരവും സന്ദർശിച്ചു. അതേസമയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ സ്ഥാനാർത്ഥിയായിരുന്ന തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണ വാഹനത്തിൽ കയറ്റാമെന്ന് വാഗ്ദാനം ചെയ്ത് അന്നത്തെ DCC പ്രസിഡന്റ് 22 ലക്ഷം രൂപ വാങ്ങിച്ചെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു. MP വിൻസെന്റ് ആണോ പണം വാങ്ങിയതെന്ന ചോദ്യത്തിന് അതെ എന്നായിരുന്നു പത്മജയുടെ മറുപടി. പ്രിയങ്ക എത്തുമ്പോൾ തേക്കിൻകാട് മൈതാനിയിലെ പ്രചാരണ വേദിയിൽ നിന്നാൽ മതിയെന്നാണ് പണം വാങ്ങിയയാൾ പറഞ്ഞത്. എന്നാൽ വേദിയിലെത്താതെ പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ സ്വരാജ് റൗണ്ട് വഴി കടന്നുപോയി. ഇതിന് പുറമെ KPCCക്ക് തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് 12 ലക്ഷത്തോളം രൂപയും നൽകി. കൂടെ നിർത്തിയുള്ള ചതിയാണ് പാർട്ടി വിടാൻ കാരണമായത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ പാർട്ടി വിടുന്നത് ആലോചിച്ചു തുടങ്ങിയതാണ്. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും കത്തയച്ചു. KPCC പ്രസിഡന്റ് K സുധാകരൻ മാത്രമാണ് ആത്മാർത്ഥമായി പെരുമാറിയിട്ടുള്ളത്. സുധാകരൻ ഒഴികെ മറ്റാരും തന്നോട് കോൺഗ്രസിൽ ദയ കാണിച്ചിട്ടില്ലെന്നും പത്മജ പറഞ്ഞു. എന്നാൽ പ്രിയങ്ക ഗാന്ധിയുടെ വാഹനത്തിൽ കയറ്റാമെന്ന് പറഞ്ഞ് 22 ലക്ഷം വാങ്ങി വഞ്ചിച്ചെന്ന പത്മജ വേണുഗോപാലിന്റെ ആരോപണം ശുദ്ധ നുണയാണെന്ന് മുൻ DCC പ്രസിഡന്റ് MP വിൻസെന്റ് പറഞ്ഞു. തനിക്ക് പോലും ആ വാഹനത്തിൽ പ്രവേശനമില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് പത്മജയെ കയറ്റാമെന്ന് താൻ പറയുന്നത്? KPCC വൈസ് പ്രസിഡന്റ് ആയിരുന്ന പത്മജയെ DCC പ്രസിഡന്റായ എനിക്ക് പ്രിയങ്കയുടെ വാഹനത്തിൽ കയറ്റാൻ കഴിയുമോ എന്ന് സാമാന്യ ബുദ്ധിയിൽ ചിന്തിച്ചു നോക്കണമെന്നും വിൻസെന്റ് പറഞ്ഞു. ഇത്ര മരമണ്ടിയാണോ പത്മജ? ഒരു കാറിൽ കയറാൻ 22 ലക്ഷം കൊടുക്കാൻ മാത്രം മരമണ്ടിയാണോ? നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ ജനങ്ങളുടെ മുന്നിൽ വേറെന്തെങ്കിലും കാര്യം ഗൗരവത്തിലുള്ളത് പറയാമായിരുന്നു. KPCCയുടെ ഇത്രയും വലിയൊരു നേതാവ് K കരുണാകരന്റെ മകൾ അവർ 22 ലക്ഷം രൂപ കൊടുത്തുവെന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ആരാണത് വിശ്വസിക്കുക? അത് വെറുതെ വിടുകയാണ് നല്ലത്. മറുപടി അർഹിക്കുന്നില്ല. പ്രതാപനും തനിക്കും ഓരോ വോട്ട് വീതമാണുള്ളത്. പത്മജ തൃശൂരിൽ തോറ്റത് എത്ര വോട്ടിനെന്ന് ഓർക്കണമെന്നും വിൻസെന്റ് പറഞ്ഞു.